ഒരു പാവപ്പെട്ട ദമ്പതികൾ സ്വയം വലിയ കുഴപ്പത്തിലായപ്പോൾ അയൽവാസിയുടെ തോട്ടത്തിൽ നിന്ന് പഴം മോഷ്ടിച്ചു. മന്ത്രവാദിനിയായ അയൽക്കാരൻ മോഷണത്തെക്കുറിച്ച് അറിഞ്ഞ് ആവശ്യപ്പെട്ടു. അവൾ ജനിച്ചപ്പോൾ അവർ അവരുടെ കുഞ്ഞിനെ അവൾക്ക് നൽകുന്നു. ദമ്പതികൾ അത് സ്വീകരിച്ചു. മന്ത്രവാദിനി റാപ്പുൻസൽ എന്ന പേരിട്ട പെൺകുട്ടി വളർന്നു വളരെ സുന്ദരിയാണ്. പക്ഷേ ദുഷ്ടമന്ത്രവാദിനി അവളെ ഗോപുരത്തിൽ പൂട്ടിയിട്ടു. അകത്തേക്കോ പുറത്തേക്കോ ഒരു വഴിയുമില്ലായിരുന്നു. മന്ത്രവാദിനി അകത്ത് ചെന്ന് അവളെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവൾ പറയും, റാപ്പുൻസൽ, റാപ്പുൻസൽ, നിന്റെ മുടി താഴ്ത്തുക. അങ്ങനെ ഞാൻ കയറും. സ്വർണ്ണപ്പടി. ഒരു ദിവസം റാപ്പുൻസൽ സമയം ചെലവഴിക്കാൻ പാടുമ്പോൾ അവളിൽ ആകൃഷ്ടനായ ഒരു യുവരാജകുമാരന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇത് സംഭവിച്ചു. അവളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതിന്റെ രഹസ്യം അയാൾ പഠിച്ചതായി ആ ശബ്ദം റാപ്പുൻസൽ എന്നായിരുന്നു. ആദ്യം അയാളെ കണ്ട് അമ്പരന്ന അവർ താമസിയാതെ പ്രണയത്തിലായി. റാപ്പുൻസൽ അങ്ങനെ സംഭവിച്ചു അബദ്ധവശാൽ മന്ത്രവാദിനിയോട് പറഞ്ഞു.